ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എറണാകുളം വ്ളോഗിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ്. ഒറ്റ ദിവസത്തെ ട്രിപ്പാണെങ്കിൽ പോലും കുറച്ചധികം മെമ്മറീസുള്ള ട്രിപ്പായതുകൊണ്ടാണ് ഇത് സെക്കൻഡും തേർഡും പാർട്ടായിട്ട് ഞാൻ ഇറക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇതിലെ കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ അതാ വേറെ തന്നെ മെനു, ഞങ്ങൾക്കില്ല. അതിമനോഹരമായ ഹിൽ പാലസ് കണ്ട ശേഷം ഇനി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ മട്ടാഞ്ചേരി പാലസ് കാണാനാണ്. ഈ പാലസിൻ്റെ മറ്റൊരു പേരാണ് ഡച്ച് പാലസ്. ഇതിന് എൻട്രി ഫ്രീ വരുന്നത് നമുക്ക് 5 രൂപയും ഫോറിനേഴ്സിന് 25 റുപ്പീസുമാണ്. പോർച്ചുഗീസുകാർ നമ്മുടെ കൊച്ചി രാജാവിന് ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തതായിട്ടാണ് ഈ പാലസ് അറിയപ്പെടുന്നത്. കൊളോണിയൽ പീരീഡിൽ ഡച്ച് കൺട്രോൾ വന്ന ശേഷം പിന്നീട് അവർ അതിൻ്റെ ലെഗസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു പാലസ് റിനോവേറ്റ് ചെയ്തെടുത്തു. മ്യൂറൽ പെയിൻറ്റിങ്ങിനും ട്രഡീഷണൽ ആർക്കിടെക്ചറും കാണാനാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നത്. ഫ്രൈഡേസും പബ്ലിക് ഹോളിഡേയ്സും അല്ലാത്ത ദിവസങ്ങളൊക്കെ ഇവിടെ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഉള്ളത്? നമ്മൾ മട്ടാഞ്ചേരി ജ്യൂസ് സ്ട്രീറ്റിൽ. അടുത്തതായിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നത് ജൂ ടൗണിലേക്കാണ്. മട്ടാഞ്ചേരി പാലസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജൂയിഷ് കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഈ ജൂ ടൗൺ 3 അട്രാക്ഷൻസാണ് മെയിൻ ഹൈലൈറ്റ്. ആദ്യത്തേത് നമ്മൾ ആദ്യം തന്നെ പോയ മട്ടാഞ്ചേരി പാലസ്, പിന്നെ 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന പരദേശി സിനഗോഗ്. ഞങ്ങൾ പോയ ദിവസം ഒരു സാറ്റർഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് വർക്കിംഗ് അല്ലാത്ത ദിവസമായതുകൊണ്ട് അത് പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സിനഗോഗിൻ്റെ ഉള്ളിലൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ 3 തവണ അവിടെ പോയിട്ടും 3 തവണയും ഞങ്ങൾക്ക് എന്തൊക്കെയോ റീസൺ കാരണം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ മൂന്നാമതായിട്ടും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ സിനഗോഗിൻ്റെ ലൈനായിട്ടും അതേപോലെ ജൂ ടൗണിൻ്റെ ലൈനിലൊക്കെ ഒരുപാട് കടകളുണ്ട്. കടകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാ കടകളല്ല, നല്ല ഡെക്കറേറ്റഡ് ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ടൗണാണ് ജൂ ടൗൺ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സാധാ കാണുന്ന പോലത്തെ നോർമൽ ഷോപ്സ് അല്ല, എല്ലാം നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ട് ഭയങ്കര നീറ്റ്ലി കീപ്പ് ചെയ്ത ഭയങ്കര ഓർഡർലി ആയിട്ടുള്ള ഷോപ്പുകളാണ്. അതും നോർമൽ സാധനങ്ങളും അല്ല, ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി സാധനങ്ങളുമാണ്. ആൻറ്റീക് കളക്ഷൻസ് ഉണ്ട്, സ്കൾപ്ചേഴ്സ്, വിൻറ്റേജ് ഐറ്റംസ് ഉണ്ട്, ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, പിന്നെ പെർഫ്യൂംസ്, അത്തർ, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി മറ്റേ സ്റ്റാൻഡ് ഔട്ട് പീസസാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് സൈഡുമാണ് ഈ ജൂ ടൗണിലെ ഷോപ്പിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു സൈഡിലായിട്ട് ബോട്ടിംഗ് സെൻറ്ററും ഉണ്ട്. പക്ഷേ ബോട്ടിങ് ഞങ്ങൾ പോയ സമയത്ത് ഇല്ല, ഇനി അല്ലാത്ത സമയത്ത് സർവീസ് ഉണ്ടോ എന്ന് അറിയില്ല. ജൂ ടൗണിൻ്റെ പുറത്തായിട്ട് കുറച്ചധികം ഷോപ്പുകളുണ്ട്. ആ ഷോപ്പ് നമ്മളെ ഉള്ളിലെ പോലെ ഭയങ്കര എക്സ്പെൻസീവ് സൈഡ് ആയിട്ടുള്ള സാധനങ്ങളല്ല. ക്വാളിറ്റി ഡിഫറൻസും ഉണ്ടാവും. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജൂ ടൗണിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വാങ്ങാം. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഷോപ്പിംഗ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. ഈ സാധനം ഇഷ്ടമായി? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ വാങ്ങാൻ? ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്യണ്ടോ വാങ്ങാൻ? എന്നാ വേറെ എന്തെങ്കിലും പോയി ഓക്കെ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഓരോന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതാ മക്കളും ഇതാ ഓരോന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ബഡ്ജറ്റിന് ഒത്തിട്ട് എന്തെങ്കിലും വാങ്ങാൻ കിട്ടുമോ എന്ന് നോക്കുകയാണ്. അതുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കും എന്നുള്ള പേടിയിൽ ഇതാ തിരിഞ്ഞു നടക്കുന്നു. എന്താ വാങ്ങിയത് അതുലെ? ഇത്രയും സാധനം ഉണ്ടായിട്ടോ. ഞങ്ങൾ സെലക്ട് ചെയ്ത് തരണോ? മട്ടാഞ്ചേരി വന്നിട്ട് എന്താ ഞങ്ങൾ വാങ്ങാതെ പോണേ? എന്ത് വാങ്ങാനത്? അതൊന്നല്ല കേട്ടോ, ഇവിടെ അടിപൊളി പോർച്ചുഗീസുകാരുടെ ഡ്രസ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്താ. റിവിനൊന്നും വാങ്ങിക്കൊടുക്കില്ല? വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിരിക്കി. മട്ടാഞ്ചേരി വാട്ടർ മെട്രോൻ്റെ ടെർമിനൽ അവിടെ ഉണ്ട്, പക്ഷെ പണി തീരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് അവിടെ തുടങ്ങിയിട്ടില്ല. പിന്നെ കുറച്ചധികം നേരം ജൂ ടൗണിലൊക്കെ കറങ്ങിയ ശേഷം ഞങ്ങൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ജൂ ടൗണിൻ്റെ ഓപ്പണിംഗ് ടൈം 5 AM to നൈറ്റ് 9 PM ആണ്. അതേപോലെ പരദേശി സിനഗോഗ് ആണെങ്കിൽ രാവിലെ 10 to 12 PM, പിന്നെ 3 to 5 PM. പിന്നെ ഫ്രൈഡേ, സാറ്റർഡേ, പിന്നെ ജൂയിഷ് ഹോളിഡേ ഒക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ പോയതൊരു സാറ്റർഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ സാധിച്ചില്ല. സന്ധ്യ മിസ് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്, അത് കാണിച്ചു തരുമായിരുന്നു ഞങ്ങൾക്ക്.
മട്ടാഞ്ചേരി പാലസിനോടും ജൂ ടൗണിനോടും വിട പറഞ്ഞ് ഞങ്ങൾ താൽക്കാലികമായിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ജൂ ടൗണിലൊക്കെ കറങ്ങുന്ന സമയത്ത് ഒട്ടും മഴ പെയ്തില്ല കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തായപ്പോൾ ബസ് കയറിയ ശേഷം കുറച്ച് മഴ പെയ്തു തുടങ്ങി. പിന്നെ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറിക്കാൻ നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഈ സ്നാക്സ് ഐറ്റംസൊക്കെ ഇരുന്നിങ്ങനെ കുറിക്കുക, പിന്നെ കറുമുറു സാധനങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തി. നിങ്ങൾ എവിടെയാ ഉള്ളത്? വാട്ടർ മെട്രോ സർവീസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഞാൻ ആദ്യമായിട്ടാണ് എറണാകുളത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും വാട്ടർ മെട്രോ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഇന്ന് മെട്രോ കയറാൻ പോകുന്നത്. ഞങ്ങൾ ഫോർട്ട് കൊച്ചി ടെർമിനലിൽ നിന്ന് ഹൈക്കോ ടെർമിനലിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. നോ, ഇത് ഭയങ്കര ദുരന്താണല്ലോ. എങ്ങോട്ടാ പോണ അറിയോ? നിങ്ങൾ എങ്ങോട്ട് പോവാ? രണ്ട് സിസ്റ്റേഴ്സിനെ ഒന്നിച്ച് കാണിക്കട്ടെ. പ്രകടനമൊക്കെ കാണിച്ചോളൂ, ഒത്തിപ്പിടിച്ച്. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടോ. അതിന് ശേഷം ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ കയറാൻ പോവുകയാണേ. എല്ലാവരും ഹായ് ഹായ്. ഇവിടെ 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 എല്ലാവരും എത്തിയില്ലേ? ഹായ്. അങ്ങനെ ഞങ്ങൾ കയറി എല്ലാവരും സെറ്റിലായി. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ ദിവസം. ഏകദേശം വീക്കെൻഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്കൊന്നും സീറ്റ് കിട്ടിയില്ല. പക്ഷേ സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ, ആ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാം. അത്രയും രസമായിട്ടാണ് ആ ഒരു വാട്ടർ മെട്രോ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ മാത്രം അക്കരെ എത്തിയാൽ പോരല്ലോ, ഞങ്ങളെ ബസ്സും കൂടി അവിടെ എത്തണ്ടേ, എന്നാലല്ലേ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ജങ്കാറ് വഴി ഞങ്ങളെ ബസ്, ഓറഞ്ച് ബസ്സും കൂടി അവിടെ എത്തിയിട്ടുള്ള വിഷ്വലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടുള്ള ബസ്സും ടീമും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും അറിയിച്ചില്ല. ഞങ്ങൾ ഏകദേശം അവിടെ എത്തുന്ന സമയമായപ്പോഴത്തേക്ക് ഏകദേശം അവരും അവിടെ സെറ്റിലായി. പിന്നെ ഈ ടൂറ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തതും അവരാണ്. കാരണം എന്താ വെച്ചാൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോർട്ട് ടെർമിനലിലേക്ക് പോകാനുള്ള ഐഡിയ ഇട്ടത് ബസ്സിൻ്റെ ടീമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയും കാണാനായി, മെറൈൻ ഡ്രൈവും കാണാനായി, അവിടുത്തെ ബോട്ട് സർവീസും കയറാനായി, കൂടെ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി. നമ്മൾ വാട്ടർ മെട്രോൻ്റെ കൂടുതൽ സർവീസിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും അറിയണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ തന്നെ കൊച്ചി വാട്ടർ മെട്രോ പറഞ്ഞ സൈറ്റ് അവൈലബിൾ ആണ്. അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുക 8ഓളം സ്റ്റേഷൻസ് അല്ലെങ്കിൽ ടെർമിനൽസ് ഉണ്ട്. വൈറ്റില, ഹൈക്കോട്ട്, വൈപ്പിൻ, കാക്കനാട്, സൗത്ത് ചിറ്റൂർ, ചേരനല്ലൂർ, എല്ലൂർ, ഫോർട്ട് കൊച്ചി, ഇത്രയാണ് ടെർമിനൽസ് ഉള്ളത്. പിന്നെ നമ്മൾ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫെയർ ഉണ്ടാവുക. ടിക്കറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് അവിടെ പോയിട്ട് എടുക്കുകയും ചെയ്യാം. തിരക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത് നന്നാവും. എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഹൈക്കോർട്ട് ടെർമിനലിലെത്തി. ഹൈക്കോർട്ട് ടെർമിനലിൻ്റെ പുറത്തായിട്ടാണ് മെറൈൻ ഡ്രൈവ് വരുന്നത്. അപ്പോൾ മെറൈൻ ഡ്രൈവ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹൈക്കോർട്ട് ടെർമിനലിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അപ്പം നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് നമ്മൾ മെട്രോ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിതും കവർ ചെയ്യാം. വാട്ടർ മെട്രോ യാത്ര ഇഷ്ടപ്പെട്ടോ? ഈ പറയ്, ഇഷ്ടപ്പെട്ടേ? അപ്പം ഇനി അടുത്ത എങ്ങട്ടാ?
ഇനി ബോട്ടിങ്ങില്ല. അപ്പം നമുക്ക് മെറൈൻ ഡ്രൈവിൽ ഇറങ്ങി നമുക്ക് ബോട്ടിങ്ങിന് പോകണ്ടേ? ആ ഇയാൾക്ക് എന്തേ പറയണ്ട? ഇല്ല. ഇനി അടുത്ത വരുമോ വാട്ടർ മെട്രോയിലേക്ക്? ഇഷ്ടപ്പെട്ട വാട്ടർ മെട്രോ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ഇതിലൂടെ കാണാൻ നല്ല രസമല്ലേ? ഇയാൾക്ക് ഇഷ്ടപ്പെട്ടോ വാട്ടർ മെട്രോ? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ എറണാകുളം വന്ന ദിവസം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടൂറ് ഭയങ്കര ഹെക്റ്റിക്കായിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഓഫ് എറണാകുളം വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇനി ഒറ്റൊരു പാർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ കീപ് വാച്ചിങ് ആൻഡ് ഡു വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് പാർട്ട്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.